ഇന്ന് എന്റെ കൂടെ ഉള്ളത് ബിഗ് ബോസ് താരം നന്ദന. നന്ദന ചേച്ചി, വെൽക്കം ടു ദ ഷോ. ഹൈ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അയ്യോ, യെസ് ആണെങ്കിൽ ചേച്ചി ഇതിനകത്തുനിന്ന് ഒരു സിപ്പ് കുടിക്കാം, അല്ലെങ്കിൽ കുടിക്കണ്ട. ഈ ടാസ്ക് എന്താന്ന് വെച്ചാൽ പ്രാങ്ക് കോൾ ടു എ ഫ്രണ്ട്. ഓക്കെ, ചേച്ചി ചേച്ചിയുടെ ഫോണിൽ നിന്ന് ചേച്ചിയുടെ ഫോൺ ഒരു കടയിൽ വെച്ച് കാണാണ്ട് പോയി. അപ്പൊ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയണം എന്റെ ഫോൺ ആണെങ്കിൽ കാണാനില്ല, ആ നമ്പറിലോട്ട് ഒന്ന് വിളിക്കുമെന്ന് വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഫോൺ എടുക്കും, എന്നിട്ട് ഞാൻ പറയും ഇത് എന്റെ ഫോണാന്ന് പറയും. ഓക്കെ, നല്ല ഫ്രഷ് ഐഡിയ. പരിചയമില്ലാത്ത നമ്പർ കണ്ട് എടുക്കില്ല അങ്ങേര്. ഹലോ സുജേട്ടാ, ഞാൻ നന്ദുവാ. എന്റെ മൊബൈല് ഞാൻ ഒരു കടയിൽ വെച്ച് മറന്നു മനുഷ്യ. അതെ, ഞാൻ ചേട്ടനൊന്ന് വിളിച്ചു. ഞാൻ കുറെ വട്ടായി ഞാൻ വിളിക്കുന്നു, എടുക്കണില്ല. ഞാൻ ഈ ഫോണിൽ നിന്ന് രജിന്റെ ഫോണിൽ നിന്നൊക്കെ മാറി മാറി വിളിച്ചു, എടുക്കണില്ല. എത്ര കോള് വന്നിട്ടൊന്നും എനിക്ക് അറിയില്ല. അമ്മേനോ എന്താ ചെയ്യപ്പോ? കാണാൻ പോണല്ലേ എന്റെ നാച്ചുറൽ അഭിനയം എങ്ങനെയുണ്ട് ഗായ്സ്? ഈ നമ്പർ നന്ദന എന്ന് പറഞ്ഞ ആൾ യൂസ് ചെയ്യുന്ന നമ്പറാണ്. പിന്നെ പെട്ടെന്ന് എങ്ങനെ മെഹർ നമ്പറായിട്ട് മറന്നത്? മെഹർബാ മെഹർബാ പേടിച്ച സിജോ ചേട്ടാ, ഞാൻ ഇന്റർവ്യൂടെ വെത്തറി പറയരുത്. താങ്ക് യു. ഒന്നും വേണ്ടായിരുന്നു, സാഡ് സോങ് ഹാപ്പി മൂഡിൽ പാടണം. നിലാവേ മായുമോ? നിലാവേ മായുമോ കിനാവിൻ ഒരു ഹിറ്റ് സിനിമ ഡയലോഗ് പറയണം. ക്യാരക്ടറിലോട്ട് ആവാണോ? അതെ. എന്റെ കൃഷ്ണ, എന്റെ പൊട്ട മനസ്സിൽ പാഴ്മോഹം തോന്നിയപ്പോ ഞാൻ ആദ്യം ഓടി വന്ന് ഇങ്ങോട്ടാ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്റെ കണ്ണനെ കണ്ണാ ഞാൻ അങ്ങനെ ആക്ട് ചെയ്യാൻ പറയുമ്പോ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും.